Hi students, നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് പാരലൽ ഓപ്പറേഷൻ ഓഫ് തൈറോസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ തൈറോസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്? ദ നീഡ് ടു കണക്ട് തൈറോസ്റ്റേഴ്സ് ഇൻ പാരലൽ അറൈസസ് വെൻ ദ കറണ്ട് ടു ബി ഹാൻഡിൽഡ് ബൈ ദ എക്വിപ്മെന്റ് എക്സീഡ്സ് ദ റേറ്റിംഗ് ഓഫ് എ സിംഗിൾ തൈറോസ്റ്റർ. അതായത് ഒരു സിംഗിൾ തൈറോസ്റ്ററിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ കറണ്ടാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തൈറോസ്റ്റേഴ്സിനെ parallel ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ ഫിഗർ ഷോസ് ദ ഷെയറിംഗ് ഓഫ് കറണ്ട് ബിറ്റ്വീൻ ടു പാരലൽ കണക്റ്റഡ് തൈറോസ്റ്റേഴ്സ് ഓഫ് ദി സെയിം ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് രണ്ട് തൈറോസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തത്, ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സുമാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗർ എന്താ കാണിക്കുന്നത്? നമുക്ക് പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? വോൾട്ടേജ് സെയിം ആയിരിക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ ഫിഗർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? The figure below shows the sharing of current between two parallel connected thyristors of the same type. Okay, then the figure illustrates that for the same voltage drop VT, SCR T2 ലാണെന്നുള്ളത് shares a rated current I2, whereas SCR T1 shares a current I1 that is less than the rated current I2. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ ഫിഗറിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് VT-യിൽ ഫോർ ദ സെയിം വോൾട്ടേജ് ഡ്രോപ്പ് VT-യിൽ SCR T2 ആണ് ഷെയർസ് ദ റേറ്റഡ് കറണ്ട് I2. പക്ഷേ നമ്മുടെ SCR T1 എന്തേ ഷെയർ ചെയ്യുന്നുള്ളൂ? ഷെയർസ് കറണ്ട് വിച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി റേറ്റഡ് കറണ്ട് I2, ദാറ്റ് ഈസ് ഓൺലി I1. ഓക്കെ, സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് VT-യിൽ SCR T2 ആണ് ഷെയർസ് മോർ കറണ്ട് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് T1. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഇപ്പോൾ തൈറോസ്റ്റർ T2-ൽ നമുക്ക് റേറ്റ് കറണ്ട് I2 ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? രണ്ട് തൈറോസ്റ്റർ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2I2 വരെ നമുക്ക് കിട്ടുമെന്നുള്ളതായിരിക്കും നമ്മളെ പ്രതീക്ഷ. പക്ഷേ ആക്ച്വൽ കേസ് നമുക്ക് എത്രയേ വരുന്നുള്ളൂ? I1 + I2 എന്ന് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ എത്ര കറണ്ട് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവില്ല? 2I2 എന്നുള്ള കറണ്ട് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ it is because of the difference in their IV characteristics. Okay, and we already discussed this on a series operation of thyristors. Okay, so the figure here shows that for the same voltage drop VT, SCR T2 shares a rated current I2, whereas SCR T1 carries a current I1 which is very much less than that of the rated current I2. Okay, so the total rated current of the parallel unit is I1 plus I2 and not 2I2. ഓക്കെ, അപ്പോൾ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് കാരണം അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവാം. ഈ പ്രോബ്ലത്തിനെ പറഞ്ഞപ്പോഴാണ് തെർമൽ റൺഅവേ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ SCRs must operate at same temperature when used in parallel condition. ഓക്കെ, പാരലൽ കണക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ SCRും ഒരേ ടെമ്പറേച്ചറിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പല പല കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? തെർമൽ റൺഅവേ എന്നുള്ള പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തെർമൽ റൺഅവേ എങ്ങനെ ഓവർകം ചെയ്യാം? എന്താണ് തെർമൽ റൺഅവേ എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so when thyristors are connected in parallel, the load current is not shared equally due to the difference in their characteristics. So if a thyristor carries more current than that of the others, എന്താ സംഭവിക്കുക? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, തെർമൽ റൺഅവേ. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മുടെ തൈറോസ്റ്റർ T2 ആണ് കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈ ഫിഗർ പ്രകാരം അങ്ങനെയാണല്ലോ. ഓക്കെ, സോ ദ തൈറോസ്റ്റർ T2 carries more current than T1. So due to large forward current, എന്താ സംഭവിക്കുക? തൈറോസ്റ്റർ T2-ൽ ഉണ്ടാവുന്ന ഇന്റേണൽ പവർ ഡിസിപ്പേഷൻ വിൽ ബി മോർ, റേസിംഗ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, അതിൻ്റെ ജംഗ്ഷൻ ടെമ്പറേച്ചർ റേസ് ആവും. ഓക്കെ, ആൻഡ് റെഡ്യൂസിങ് ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളെ തൈറോസ്റ്റർ T2 കൂടുതൽ കറണ്ട് ഹാൻഡ്ലിംഗ്, കൂടുതൽ കറണ്ട് അത് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ലാർജ് പവർ ഡിസിപ്പേഷൻ ഉണ്ടാവും. ഈ ലാർജ് പവർ ഡിസിപ്പേഷൻ കാരണം നമ്മളെ തൈറോസ്റ്റർ T2-ൻ്റെ ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്താവും? റൈസ് ആവും. ഈ ജംഗ്ഷൻ ടെമ്പറേച്ചർ റൈസ് ആവുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തൈറോസ്റ്റർ T2-ൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്താവെന്ന് പറയാം? ഡൈനാമിക് റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? കറണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് വീണ്ടും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വീണ്ടും ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡൈനാമിക് റെസിസ്റ്റൻസ് കുറയുന്നു. ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് കുറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? കറണ്ട് കൂടുന്നു. ഓക്കെ, സോ ഇതൊരു ക്യൂമുലേറ്റീവ് പ്രോസസ്സാണ്. നമ്മളെ തൈറോസ്റ്റർ T2-ന് അത് ഡാമേജ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അത് എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് നമുക്ക് പാരലൽ യൂണിറ്റിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമുക്കൊരു ഹീറ്റ് സിങ്ക് വെച്ചിട്ട് നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ തെർമൽ റൺഅവേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങളിവിടെ നോക്കുക, നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? തൈറോസ്റ്റർ T2 carries more current than T1. So due to large forward current, thyristor T2-ന്റെ internal power dissipation will be more, raising the junction temperature and reducing the dynamic resistance.
This in turn will increase the current shared by T2 and the process becomes cumulative അല്ലെങ്കിൽ repetitive ആവും, causing permanent damage to thyristor T2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ നമ്മളെ SCRസിനൊക്കെ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു ഇന്റേണൽ റൺ അവേ അല്ലെങ്കിൽ തെർമൽ റൺ അവേ മേ ബി അവോയ്ഡഡ് ബൈ ഹാവിങ് എ കോമൺ ഹീറ്റ് സിങ്ക് so that all units operate at the same temperature. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തെർമൽ റൺ അവേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ SCRസിനെ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് രണ്ട് രീതിയിൽ നമ്മൾ മൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ്, ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റിൽ ഉള്ള പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെൻ SCRs ആർ അറേഞ്ച്ഡ് അൺസിമെട്രിക്കലി എന്താ സംഭവിക്കുക, ദ മിഡിൽ വൺ, നമ്മളിവിടെ തൈറിസ്റ്റർ T1 ഉണ്ട്, തൈറിസ്റ്റർ T2 ഉണ്ട്, തൈറിസ്റ്റർ T3 ഉണ്ട്. ഓക്കെ, ഈ മിഡിൽ തൈറിസ്റ്റർ T2 വിൽ ഹാവ് മോർ ഇൻഡക്റ്റൻസ്, കൂടുതൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും ഡ്യൂ ടു മോർ ഫ്ലക്സ് ലിങ്കേജസ്. അപ്പോൾ തൈറിസ്റ്റർ T2 നടുവിലായതുകൊണ്ട് തന്നെ ഫ്ലക്സ് ലിങ്കേജ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ തൈറിസ്റ്റർ T2 കൂടുതൽ ഇൻഡക്റ്റൻസിന്റെ എഫക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റൻസിന്റെ മോർ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സോ വെൻ SCRs ആർ അറേഞ്ച്ഡ് അൺസിമെട്രിക്കലി ആസ് ഷോൺ ഇൻ figure എന്താ സംഭവിക്കുക, the middle thyristor have more inductance due to more flux linkages and hence less current flows through the thyristor T2 as compared to the outer two thyristors T1 and T3. ഓക്കെ, അപ്പോൾ ഈ അൺഈക്വൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റിൽ നിന്ന് എങ്ങോട്ട് പോന്നാൽ മതി, സിമെട്രിക്കൽ അറേഞ്ച്മെന്റിലോട്ട് പോന്നാൽ മതി. ഓക്കെ, സോ നമ്മൾ തെർമൽ റണ്ണവേ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യുന്നത്. പക്ഷേ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഇൻ പാരലൽ യൂണിറ്റ് ക്യാൻ ഓൾസോ be caused by inductive effect of current carrying conductors. അതായത് നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്താലും അവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൊണ്ട് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യണം, നമ്മൾ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആയിരിക്കണം നമ്മൾ തൈറിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിഫറൻസ് ഇൻ കറന്റ് ഷെയറിംഗ് കാരണം തെർമൽ റണ്ണവേ പ്രോബ്ലം ഉണ്ടാവാം. തെർമൽ റണ്ണവേ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്യുന്നു. ഹീറ്റ് സിങ്കിൽ നമ്മൾ അൺസിമെട്രിക്കലായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡക്റ്റൻസിന്റെ എഫക്ട് കാരണം ഒരു ഡിഫറൻസ് ഇൻ കറന്റ് ഷെയറിംഗ് ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത് IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നമ്മൾ ആക്സിസ് നമ്മൾ കാണിച്ചിട്ടില്ല, ഇവിടെ X ആക്സിൽ എന്താണുള്ളത്, V ആണ് കേട്ടോ, Y ആക്സിസിൽ നമ്മൾ കറണ്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് രണ്ടിൻ്റെയും ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജാണ് നമ്മൾ ഫിംഗർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഇത് SPR T2ന്റെ ഫിംഗർ വോൾട്ടേജ്. അതായത് ഫിംഗർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മിനിമം ഫോർവേഡ് ആനോഡ് വോൾട്ടേജ് at which an SCR can be successfully turned on with a trigger signal of sufficient magnitude. അപ്പോൾ ഒരു സഫീഷ്യന്റ് ഒരു ട്രിഗർ സിഗ്നൽ ഓഫ് സഫീഷ്യന്റ് മാഗ്നിറ്റ്യൂഡ്, ഒരു ഗേറ്റ് സിഗ്നൽ ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന മിനിമം ഫോർവേഡ് ആനോഡ് വോൾട്ടേജ് അല്ലേ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്താ, VAK, ആനോഡ് ടു ആനോഡിനെയും കാത്തോഡിന്റെ അക്രോസ് വോൾട്ടേജും ആനോഡ് കറണ്ടും ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യണത് അല്ലേ. ഓക്കെ, VAK ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ VAK എന്നോ അല്ലെങ്കിൽ ആനോഡ് വോൾട്ടേജും ആനോഡ് കറണ്ടും നമ്മൾ വേണമെങ്കിൽ പറയാം കേട്ടോ. ആനോഡ് വോൾട്ടേജിന്റെയും ആനോഡ് കറണ്ടിന്റെയും പ്ലോട്ടാണ് IV. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഗേറ്റ് സിഗ്നൽ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫോർവേഡ് ബ്ലോക്കിംഗ് എന്ന ഫോർവേഡ് കണ്ടക്ഷനിലോട്ട് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിനുള്ള മിനിമം വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിംഗർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ മിനിമം ഫോർവേഡ് ആനോഡ് വോൾട്ടേജ് അറ്റ് വിച്ച് എൻ SCR ക്യാൻ ബി സക്സസ്ഫുള്ളി ടേൺഡ് ഓൺ വിത്ത് എ ഗേറ്റ് സിഗ്നൽ അല്ലെങ്കിൽ ട്രിഗർ സിഗ്നൽ ഓഫ് സഫീഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ഫിംഗർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ SCR T1ന്റെ ഫിംഗർ വോൾട്ടേജ് നമ്മൾ ഈ രണ്ട് ഫിഗറും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവണേ, SCRന്റെ ഫിംഗർ വോൾട്ടേജ് കുറവാണ് ആസ് കമ്പയർ ടു SCR T2. അപ്പോൾ എന്താ സംഭവിക്കാം, നമ്മൾ SCR T1ന്റെ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് SCR T2ന്റെ ഫിംഗർ വോൾട്ടേജിന്റെ മുകളിലോട്ട് അത് പോവില്ല. ഓക്കെ, അത്രയും വലിയ വാല്യൂലോട്ട് നമ്മൾ പാരലൽ കോമ്പിനേഷനിലുള്ള വോൾട്ടേജ് എത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കാം, നമ്മൾ SCR T1 ഓൺ ആയിരിക്കും, പക്ഷേ SCR T2 എന്താവില്ല, ഒരിക്കലും ഓൺ ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ SCR പാരലൽ കണക്ഷൻ SCRs സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും ഫിംഗർ വോൾട്ടേജ് ഒക്കെ അടുത്തടുത്തുള്ള വാല്യൂസുള്ള അല്ലെങ്കിൽ ഒരേ വാല്യൂസുള്ള SCRs വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ ഡിഫറൻസ് ഇൻ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ദി ഓപ്പറേഷൻ ഓഫ് ദ thyristors in parallel. Okay, so difference in finger voltage may prohibit the SCR with the highest turn on voltage to highest turn on voltage to trigger. അതായത് ഹൈ ടേൺ ഓൺ വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ ഹൈ ഫിംഗർ വോൾട്ടേജിലെ SCR എന്ത് ചെയ്യില്ല, ട്രിഗർ ചെയ്യില്ല, അതായത് ഓൺ ആവില്ല. ഓക്കെ, SCR T1 മാത്രമേ ഓൺ ആവുള്ളൂ. ഓക്കെ, ഹെൻസ് ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ദാറ്റ്
in direct paralleling of SCR, the forward characteristics of each and every SCR must be properly matched. ഓക്കെ, അല്ലെങ്കിൽ അത് സംഭവിക്കുക തൈറോസ്റ്റർ T2 എന്താവില്ല, ഒരിക്കലും ടേൺ ഓൺ സംഭവിക്കില്ല. ഓക്കെ, സോ മെത്തേഡ്സ് ഫോർ എൻഷുറിംഗ് പ്രോപ്പർ കറന്റ് ഷെയറിംഗ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു സ്മോൾ റെസിസ്റ്റൻസ് മേ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഈച്ച് തൈറോസ്റ്റർ ടു ഫോഴ്സ് ഈക്വൽ കറന്റ് ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ DC സർക്യൂട്ട്സിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും തൈറോസ്റ്ററിന്റെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കറണ്ട് ടു ഫോഴ്സ് ഈക്വൽ കറന്റ് ഷെയറിംഗ്, ഈക്വൽ കറണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് R1 റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു തൈറോസ്റ്റേഴ്സിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ മെയിനായിട്ട് DC സർക്യൂട്ട്സിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കാരണം നമുക്ക് കൺസിഡറബിൾ പവർ ലോസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു കോമൺ അപ്രോച്ച് AC സർക്യൂട്ടിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഒരു കോമൺ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഫോർ ദി കറന്റ് ഷെയറിംഗ് ഓഫ് തൈറോസ്റ്റർ ഈസ് ടു യൂസ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്, മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ അസ്യൂം ചെയ്യുക, if the current through thyrostor T1 കൂടി എന്ന് വിചാരിക്കാം, if the current through thyrostor T1 increases, എന്താ സംഭവിക്കുക, ഇത് ഇവിടെ നമുക്ക് ഒരു T1ഉം ഇവിടെ രണ്ട് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ if the current through thyrostor T1 increases, a voltage of opposite polarity അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു, can be induced in the winding of thyrostor T2, and അത് കാരണം നമ്മുടെ തൈറോസ്റ്റർ T2ന്റെ ഇംപെഡൻസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു, thereby increasing the current flow through തൈറോസ്റ്റർ T2. ഓക്കെ, അപ്പോൾ തൈറോസ്റ്റർ T1ലെ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, തൈറോസ്റ്റർ T2ലെയും കറണ്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈക്വൽ ആയിട്ടുള്ള കറന്റ് ഷെയറിംഗ് നമ്മൾ തൈറോസ്റ്റർ T1ലും T2ലും ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇഫ് ദ കറന്റ് ടു തൈറോസ്റ്റർ T1 ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇത് കറന്റ് ടു തൈറോസ്റ്റർ T1 ഇൻക്രീസസ്, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ക്യാൻ ബി ഇൻഡ്യൂസ് ഇൻ ദ വൈൻഡിംഗ് ഓഫ് തൈറോസ്റ്റർ T2. ഓക്കെ, ആൻഡ് ദ ഇംപെഡൻസ് ടു ദ പാത്ത് ഓഫ് T2 എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഇംപെഡൻസ് കുറേ എന്താ സംഭവിക്കുന്നത്, തൈറോസ്റ്റർ T2 കൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ നടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കറന്റ് ഷെയറിംഗ് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റാറ്റിക് കറന്റ് ഷെയറിംഗും അടുത്ത ഡൈനാമിക് കറന്റ് ഷെയറിംഗും. സ്റ്റാറ്റിക് കറന്റ് ഷെയറിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡൈനാമിക് കറന്റ് ഷെയറിംഗ് നമ്മൾ ഇന്നും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാറ്റിക് കറന്റ് ഷെയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് DC സർക്യൂട്ട്സിനാണ് കോമൺലി. ഡൈനാമിക് കറന്റ് ഷെയറിംഗ് ആയിരിക്കും നമ്മൾ മിക്കവാറും AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തൈറോസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 തൈറോസ്റ്റേഴ്സ് ആർ ഓഫ് ഐഡന്റിക്കൽ റേറ്റിംഗ്. നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് തൈറോസ്റ്ററും ഐഡന്റിക്കൽ റേറ്റിംഗിലാണെങ്കിൽ രണ്ട് എക്സ്റ്റേണൽ റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യണം, R1 ആൻഡ് R2, such that the voltage drops are equal. അതായത് R1 plus RT1 should be equal to R2 plus RT2. അല്ലേ, നിങ്ങൾ നോക്കുക, നമുക്ക് ഈ ഒരു DC സർക്യൂട്ടിന്റെ ഫിഗർ നോക്കുക. ഇതിൽ നമുക്ക് ഈക്വൽ ആയിട്ട് T1ലും T2ലും കൂടി കറണ്ട് ഫ്ലോ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പാത്തിന്റെ റെസിസ്റ്റൻസും അതേപോലെ ഈ ഒരു പാത്തിന്റെ റെസിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അല്ലേ, അതായത് R1 എന്നുള്ള റെസിസ്റ്റൻസ് പ്ലസ് നമ്മുടെ തൈറോസ്റ്ററിൽ എന്തെങ്കിലും ഇന്റർണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ RT1, അത് എന്തിന് ഈക്വൽ ആയിരിക്കണം, R2 പ്ലസ് RT2ന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇഫ് 2 തൈറോസ്റ്റേഴ്സ് ആർ ഓഫ് ഐഡന്റിക്കൽ റേറ്റിംഗ്, ഐഡന്റിക്കൽ റേറ്റിംഗ് ഉള്ള തൈറോസ്റ്റർ ആണെങ്കിൽ രണ്ട് കറണ്ടും എന്താണ്, ഈക്വൽ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യണം. ഈക്വൽ ആയിട്ട് കറണ്ട് ഷെയറിംഗ് നടക്കണമെങ്കിൽ, അപ്പോൾ അതായത് രണ്ടും ഐഡന്റിക്കൽ റേറ്റിംഗ് ഉള്ള തൈറോസ്റ്റർ ആണെങ്കിൽ രണ്ട് തൈറോസ്റ്റർ കൂടി ഈക്വൽ കറണ്ടാണ് ഫ്ലോ ചെയ്യേണ്ടത്. അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ രണ്ട് പാത്തിലെയും റെസിസ്റ്റൻസ് എന്തായിരിക്കണം, ഈക്വൽ ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കണം, R1ഉം R2ഉം are chosen such that the voltage drops are equal. That is R1 plus RT1 എന്തിന് ഈക്വൽ ആയിരിക്കണം, R2 plus RT2ന് ഈക്വൽ ആവും. ഓക്കെ, ഇനി നമ്മൾ SCRs ഓഫ് ഡിഫറെന്റ് ഫോർവേഡ് കറന്റ് റേറ്റിംഗ്സ്, അതായത് IT1 ഒരു തൈറോസ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നു, IT2 എന്നുള്ള കറണ്ടാണ് അടുത്ത തൈറോസ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെവ്വേറെ റെസിസ്റ്റൻസ് യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ സെയിം റെസിസ്റ്റൻസ് തന്നെ നമുക്ക് രണ്ട് യൂണിറ്റിനും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്, തൈറോസ്റ്ററിന്റെ അക്രോസ് വോൾട്ടേജ് VT1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഈ ഫിഗർ നോക്കാം, തൈറോസ്റ്ററിന്റെ അക്രോസ് വോൾട്ടേജ് നമുക്ക് VT1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ VT1 പ്ലസ് I1 ഇൻറ്റു IT1 ഇൻറ്റു R പ്ലസ് RT1 എന്തിന് ഈക്വൽ ആയിരിക്കണം, VT2 പ്ലസ് അതിൽ കൂടെ പോണ കറണ്ട് ഇൻറ്റു
ആർ പ്ലസ് ആർ ടി ടുവിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് വി ടി വൺ പ്ലസ് ഐ ടി വൺ ഇൻറ്റു ആർ പ്ലസ് ആർ ടി വൺ ഈക്വൽ ടു വി ടി ടു പ്ലസ് ഐ ടി ടു ഇൻറ്റു ആർ പ്ലസ് ആർ ടി ടു. അപ്പോൾ ഈ കേസിൽ വോൾട്ടേജും കറണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് സെയിം റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതും സെയിം തന്നെയാണ്. രണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിക്കൽ വോൾട്ടേജും കറണ്ട് റേറ്റിംഗും ആയതുകൊണ്ട് ഈ വി ടി വണ്ണും വി ടി ടു ഒക്കെ ക്യാൻസൽ ആയിപ്പോൾ കറണ്ടും. അതുകൊണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം രണ്ടും എന്താണ് സെയിം തന്നെയാണ്. ഓക്കെ, സോ താങ്ക്